ഖാലിദ് റഹ്മാനാണ് എൻ്റെ ആശാൻ. എന്നെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പ് ഇരുത്തിയത് അദ്ദേഹമാണ്. പിന്നെ സെക്കൻഡ് പടം ഹനീഫിക്കാണ്, ഹനീഫിക്ക മാർക്കോയ്ക്ക് ശേഷം ബാക്കിയുള്ള തെലുഗു ഹിന്ദി പ്രൊജക്ട്സിന്റെ തിരക്കിലൊക്കെ ഇരിക്കുന്നു. അല്ല, എനിക്കൊരു നടനാവണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയത് ലാലേട്ടന്റെ പടങ്ങൾ കണ്ടിട്ടാണ്. എന്നെ പോലെ ഒരു കട്ട ലാലേട്ടൻ ഫാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ഒരു ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുണ്ടാവും. പക്ഷെ ഞാൻ ദ ബിഗ്ഗസ്റ്റ് ഫാൻ എന്നേ ഞാൻ പറയും, ഇൻക്ലൂഡിങ് എന്റെ വണ്ടിയുടെ നമ്പർ വരെ ലാലേട്ടന്റെ നമ്പറാണ്. ജസ്റ്റ് തിങ്ക് വീട്ടിലുള്ള സമയത്ത് ഞാൻ താമസിച്ച് എണീറ്റു. അപ്പോൾ ഇനി എനിക്ക് കുറേ മിസ് കോൾസ് കിടപ്പുണ്ട്, പല പല നമ്പേഴ്സ്, അൺനോൺ നമ്പേഴ്സിന്. ഞാൻ പയ്യെ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴേക്കും ടി വിയിൽ ന്യൂസൊക്കെ കാണുന്നുണ്ട്, ഇങ്ങനെ ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ പേര് കിടപ്പുണ്ട്. ആദ്യമായിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. കാരണം ഞാനിത് അഭിനയിക്കുന്ന ടൈമിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മൾ അന്നൊരു തുടക്കം എന്നുള്ള രീതിയിൽ അങ്ങ് എടുത്തു പോയി. പക്ഷെ അതിൻ്റെ ഔട്ട് വന്നപ്പോഴേക്കും